സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലബാർ ഗോൾഡ് തിരുവനന്തപുരം ഷോറൂമിൽ നിന്നും ഏറ്റുവാങ്ങി. തുറന്ന വാഹനത്തിൽ പഴവങ്ങാടി ജംഗ്ഷനിൽ നിന്ന് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വർണ്ണക്കപ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചത്. 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് 22 ക്യാരറ്റിലാണ് നിർമ്മിച്ചത്. ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ലൈഫ് ടൈം ഫ്രീ മെയിന്റനൻസും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉറപ്പു നൽകുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്ക് ട്രോഫി നിർമ്മിക്കാൻ കഴിഞ്ഞത് അഭിമാനമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. നമുക്കറിയാം, ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. മിനിസ്റ്റർ തന്നെ ഡയറക്റ്റ് ഞങ്ങൾ ചെയർമാനെ വിളിച്ച് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് 1 വീക്ക് കൊണ്ടാണ് ഞങ്ങൾ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ഞങ്ങളുടെ ഫാക്ടറിയിൽ അതിനുള്ള സൗകര്യമുള്ളതുകൊണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും ഡയറക്ടർക്കും ഞങ്ങൾ അഗാധമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന്. 2000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക മത്സരത്തിന് സ്വർണ്ണക്കപ്പില്ലെന്ന സങ്കടം ഇതോടെ മാറിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമാണ് വിദ്യാർത്ഥി സമൂഹം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിൽ നടക്കുന്ന കുട്ടികളുടെ മേള അത് ഏറ്റവും വലിയ മേളയാണ്. ആ മേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് സ്വർണ്ണക്കപ്പാണ് കൊടുക്കുന്നത്. കായികമേള 22,000-ഓളം വരുന്ന കായിക താരങ്ങൾ പങ്കെടുക്കുമെങ്കിൽ പോലും അവർക്ക് സ്വർണ്ണക്കപ്പില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരു സ്വർണ്ണക്കപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ഒരു ഷോർട്ട് ടൈം കൊണ്ട് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ഒരു ടെൻഷനും കൂട്ടാതെ കൃത്യമായി തന്നെ അത് തയ്യാറാക്കി തന്ന മലബാർ ഗോൾഡിനോടും മിസ്റ്റർ അഹമ്മദ് അതിൻ്റെ MD-യോടും എനിക്കുള്ള കേരള ഗവൺമെൻറ്റിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അഖിലേഷാണ് ഇത് ഡിസൈൻ ചെയ്ത നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അഖിലേഷാണ്.